ഒരു രോഗിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സമയത്ത് എത്തിക്കാൻ പറ്റിയില്ല. രാത്രിയായിരുന്നു, 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ്. പക്ഷേ വേലി ഇറക്കായതുകൊണ്ട് അങ്ങോട്ടേക്ക് വഞ്ചി കയറ്റിയ കിഴക്ക് ആ പ്രദേശത്തായിരുന്നു. അപ്പോൾ വഞ്ചി അങ്ങോട്ട് എത്തിക്കാൻ പറ്റൂലായിരുന്നു. സ്കൂളിൽ പോകാനും പറ്റൂല, മഴയൊക്കെ വന്നാൽ ഭയങ്കര പാടാണ് ഇവിടെ. സ്ഥാപിച്ചിട്ട് ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി. ഇപ്പോഴും അതൊന്നും അതിൻ്റെ പ്രവൃത്തി വലിയ മഴയോ കാറ്റോ ഒക്കെ വന്നാൽ അവർക്ക് വലിയ പേടിയാണ്. വഞ്ചി മുങ്ങിപ്പോകുമോ എന്നടക്കമുള്ള പേടിയൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ കൊച്ചുകുട്ടികളടക്കം 45 കുടുംബങ്ങളിലുള്ള കുട്ടികളും വയോധികരുമൊക്കെ ഈ വഞ്ചിയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മരട് നഗരസഭയിലെ 22ാം ഡിവിഷനിലാണ്. ഇവിടെ മനോഹരമായ ഒരു ദ്വീപുണ്ട്. വളന്തകാട് എന്നാണ് ആ ദ്വീപിൻ്റെ പേര്. ആ ദ്വീപിലേക്ക് എത്തിപ്പെടണമെങ്കിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു പാലം പണിയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 6 വർഷമായിരിക്കുകയാണ്. 2019 പാലം നിർമ്മാണം തുടങ്ങിയത്. 2023 ജനുവരിയിൽ ഈ പാലം പണി പൂർണ്ണമായും നിലച്ചതിന് കാരണം നിങ്ങൾക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ. ഈ കായലിൻ്റെ നടുക്കായിട്ട് ഒരു സ്പാൻ കൂടി സ്ഥാപിക്കാനുണ്ടായിരുന്നു. ആ സ്പാൻ സ്ഥാപിക്കാൻ കഴിയാതിരുന്നതോടുകൂടി ഈ പാലം പണി പൂർണ്ണമായും ഇവിടെ നിലച്ചിരിക്കുകയാണ്. കൂടാതെ അപ്രോച്ച് റോഡിൻ്റെ പണിയും നടത്തിയിട്ടില്ല. കരാറുകാരനുമായിട്ടുള്ള ഒരു തർക്കമാണ്, അതായത് ക്രെയിൻ കരാറുകാരനും തമ്മിലുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിൽ ഇത് നിലച്ചു പോകാൻ കാരണമായത്. എന്തായാലും വലിയ ദുരിതത്തിലാണ് ഈ വളന്തകാട് ദ്വീപിൽ താമസിക്കുന്ന 45ഓളം കുടുംബങ്ങൾ. എല്ലാവരും തന്നെ ഈ ഇപ്പുറം നഗരത്തിലേക്ക് കടക്കുവാനായിട്ട് വഞ്ചി മാർഗം മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ദുരിതത്തിലാണ്. എന്തായാലും നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത്? ചേട്ടാ, എന്താണ് ഈ പാലം ഇങ്ങനെ കിടക്കുന്നത്? ഇതിപ്പോൾ 2020 പണി തുടങ്ങിയതാണ്. ഇപ്പോൾ 4 വർഷമായി ഇങ്ങനെ കിടക്കണം. അത് ആദ്യം അവർ പണി തുടങ്ങി ഒരു കോവിഡിൻ്റെ പോലും കുറച്ച് തടസ്സം വന്നെങ്കിലും പിന്നീട് പാലം പണി തുടർന്ന് ഇപ്പോൾ 2 ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, സ്പാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 3ാമത്തെ സ്പാൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ കോൺട്രാക്ടറും ഈ ജങ്കാറിൻ്റെ ഇത് കൊണ്ടുതന്നെ ജങ്കാറുണ്ടല്ലോ, അത് കേരളത്തിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാളുടെ അടുത്ത് വാടക എടുത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് 3ാമത്തെ എടുക്കാനായിട്ട് അയാൾ തയ്യാറായില്ല. അപ്പോൾ തർക്കമൊക്കെ ഉണ്ടായി, ഭയങ്കര പോലീസ് കേസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇയാൾ ജങ്കാറോട്ട് പോയി. പിന്നെ കോൺട്രാക്ട് എടുത്ത ആളും ഇത് സാധനം ജങ്കാറില്ലാതെ ഇത് എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നീളമുള്ളതുകൊണ്ട് റോഡ് മാർഗ്ഗം ഇത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴും അതവിടെ നമ്മുടെ പൊളിച്ച ഫ്ലാറ്റിൻ്റെ അടുത്ത് കിടപ്പുണ്ടത്. ഇപ്പോഴും നോക്കി നമുക്ക് കാണാം. പക്ഷെ അത് കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ പണി തീരും. പിന്നെ ഇങ്ങോട്ട് അപ്രോച്ച് റോഡിൻ്റെ പക്ഷേ ഫണ്ടിൻ്റെ ഒരു അപര്യാപ്തത ഉണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ റഹീമിൻ്റെ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അത് കേന്ദ്രത്തിൻ്റേതായതുകൊണ്ട് അതിൻ്റെ തടസ്സങ്ങൾ മൂലം അത് എന്തോ തടസ്സപ്പെട്ട് കിടക്കണം. ഞങ്ങൾ പല സ്ഥലത്ത് അന്വേഷിച്ചെങ്കിലും അത് ഫണ്ടായിട്ടില്ല. എന്നാലേ ആ ഫണ്ടിൻ്റെ പ്രശ്നം തീരുള്ളൂ. പിന്നെ പണി നടത്തേണ്ടത് നമുക്കിപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈ ഭരണതലത്തിലുള്ളതും അല്ലാതെയുള്ള തർക്കങ്ങളിൽ കിടക്കണത്. അപ്പോൾ അത് പരിഹരിച്ച് ഇപ്പോൾ നമ്മൾ MLA ഉണ്ട്, MP ഉണ്ട്, മുനിസിപ്പാലിറ്റി എല്ലാം ആരും ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ആരും ഇടപെടുന്നില്ല. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അടുത്തൊരു സംഭവം ഉണ്ടായത്, ഒരു രോഗിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സമയത്ത് എത്തിക്കാൻ പറ്റിയില്ല. രാത്രിയായിരുന്നു, 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ്. പക്ഷേ വേലി ഇറക്കായതുകൊണ്ട് അങ്ങോട്ടേക്ക് വഞ്ചി കയറ്റിയ കിഴക്ക് ആ പ്രദേശത്തായിരുന്നു. അപ്പോൾ വഞ്ചി അങ്ങോട്ട് എത്തിക്കാൻ പറ്റൂലായിരുന്നു. ഒരു കണക്കിന് അവർ വഞ്ചി ഉന്തിയാണ് വലിച്ചു കൊണ്ടുവരാൻ പറ്റും. ഉന്തി കൊണ്ടുവന്ന രോഗീനെ കയറ്റി, പക്ഷേ യാത്രാ മധ്യത്തിൽ തന്നെ മരണമടയുകയുണ്ടായത്. സമയത്ത് എത്തിക്കാൻ പറ്റില്ല. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയൊക്കെ നമുക്ക് പകലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം, രാത്രിയൊക്കെ ഒരു അസുഖം വന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, കല്യാണം, മരണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു തുക തന്നെ അതിന് ചിലവാകുന്നുണ്ട്. ഈ ഇതിന് വേണ്ടിയിട്ട് കടത്തിലൊക്കെ ആളെ നിർത്തണം, അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ ബുദ്ധിമുട്ട് ചില സമയത്ത് ഞങ്ങൾ തന്നെ ഇറക്കും, ഇല്ലെങ്കിൽ കൂലിക്ക് ആളെ വെച്ചിട്ട് ഇറക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ പരിചയമില്ലാത്തവർ വരുമ്പോൾ അവർ ഇതിലേക്ക് കയറി വരുമ്പോൾ അവർക്കും ബുദ്ധിമുട്ട്. ഇത് തീരെയാണ് ഞങ്ങൾക്കൊരു സഹായമായിരിക്കും. ഞങ്ങൾ എല്ലാ സ്ഥലത്തൊക്കെ ഇതിനെപ്പറ്റി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ടിൻ്റെ വരവ് എന്താ വരാത്തതെന്നാണ്, പിന്നെ പണി ഇങ്ങനെ തടസ്സപ്പെട്ടത് എന്താണെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. കൃത്യമായി ഒരു സ്ഥലത്തും കിട്ടുന്നില്ല. അപ്പോൾ MLA MP ഇടപെട്ട് തീർക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം.
കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും പറ്റൂല, മഴയൊക്കെ വന്നാൽ ഭയങ്കര പാടാണ് ഇവിടെ. പിന്നെ എല്ലാവർക്കും പാലം വരണമെന്നാണിത്. പാലം വന്നിട്ടില്ല. 2018 തുടങ്ങി, ഇപ്പോൾ 2024 എന്നിട്ടും വന്നിട്ടില്ല. അത് കാരണം ഭയങ്കര പ്രശ്നമാണ്. 5.47 കോടി രൂപ ചിലവിലാണ് ഈ പാലം നിർമ്മാണം തുടങ്ങിയത്. MM ബാബു എഞ്ചിനീയേഴ്സ് എന്ന കരാർ കമ്പനിയാണ് ഈ പാലം പണി ഏറ്റെടുത്തത്. പിന്നീട് ഇതിൻ്റെയൊക്കെ ഈ സ്പാനുകളൊക്കെ കൊണ്ടുവരാനായിട്ട് ഒരു ജങ്കാർ സംവിധാനമുണ്ടായിരുന്നു. ആ ജങ്കാറിൽ ഇവിടേക്ക് എത്തിക്കുന്നു. പിന്നീട് ആ ജങ്കാറിൽ തന്നെ ഒരു ക്രെയിൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രെയിൻ സർവീസ്, ആ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ സ്പാനുകൾ ഇതിന് മുകളിലേക്ക് കയറ്റി വെച്ചത്. പിന്നീട് ഇതിനായിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ കരാറാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതിൽ 6 ലക്ഷം രൂപ മുൻകൂർ നൽകി 4 ദിവസം കൊണ്ട് സ്ട്രക്ചറുകൾ പണിസ്ഥലത്ത് എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കരാറുകാർ. പക്ഷേ ഒരു സ്ട്രക്ചർ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു. മുഴുവൻ തുകയും ഈ ക്രെയിൻ ഓപ്പറേറ്റർക്ക് നൽകണമെന്നുള്ള ഒരു വാശി അദ്ദേഹം കാണിച്ചത്. തുടർന്ന് ഇത് പൂർണ്ണമായി നിലച്ചു പോവുകയായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് കടവന്ത്ര മരട് പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി എത്തിയെങ്കിലും പക്ഷേ നടപടികളൊന്നും ഉണ്ടായില്ല. ഈ ഒരു ദ്വീപിലെ ഈ ദ്വീപുവാസികളൊക്കെ തന്നെ വലിയ വിഷമത്തിലാണ്. നമ്മളിപ്പോൾ കണ്ടു, കൊച്ചുകുട്ടികളടക്കം നമ്മളോട് സംസാരിച്ചതാണ്. അവരൊക്കെ ഇതുവഴി ഭയമില്ലാതെ തന്നെയാണ് വഞ്ചിയിൽ പോകുന്നതെങ്കിലും വലിയ മഴയോ കാറ്റോ ഒക്കെ വന്നാൽ അവർക്ക് വലിയ പേടിയാണ്. വഞ്ചി മുങ്ങിപ്പോകുമോ എന്നടക്കമുള്ള പേടിയൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ കൊച്ചുകുട്ടികളടക്കം 45 കുടുംബങ്ങളിലുള്ള കുട്ടികളും വയോധികരുമൊക്കെ വഞ്ചിയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അവർക്ക് സുഗമമായി പോകുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലം പണി ആരംഭിച്ചത് 2019. പക്ഷേ 5 വർഷമായി ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൂടാതെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ഒരു ദ്വീപ് കേന്ദ്രീകരിച്ച് ഒരു ടൂറിസം പദ്ധതി സ്വരാജ് MLA അന്ന് കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ അത് പാതി വഴിയിൽ തന്നെ നിലച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ മനോഹരമായ ഒരു ദ്വീപാണ്. കൊച്ചി നഗരത്തിൻ്റെ കയ്യെത്തും ദൂരത്ത് ഇത്ര മനോഹരമായൊരു ഗ്രാമീണ ദ്വീപ് ഉണ്ടെന്ന് ലോകം മുഴുവൻ അറിയട്ടെ എന്ന തരത്തിലൊരു പദ്ധതിയായിരുന്നു ഇവിടെ കൊണ്ടുവന്നത്. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ കീഴിലാണ് ഈ വളന്തകാട് ടൂറിസം വികസന പദ്ധതി എത്തിച്ചത്. 99 ലക്ഷം രൂപ ചെലവിൽ ആയിരുന്നു ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. കൂടാതെ ഇവിടെ ഈ എത്തുന്ന ഈ വള്ളത്തിലും അതുപോലെ തന്നെ ബോട്ടിലുമൊക്കെ എത്തുന്ന ആളുകൾക്ക് ഇവിടെ വിശ്രമിക്കുവാനായിട്ട് ഒരു ഫ്ലോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്ററും ഒക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതൊക്കെ സ്ഥാപിച്ചിട്ട് പിന്നീട് അതിന് പ്രവർത്തനമൊന്നും തുടങ്ങാൻ കഴിഞ്ഞില്ല. കൂടാതെ ഈ ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചു. പക്ഷേ ഈ ടൂറിസം പദ്ധതി മാത്രം എങ്ങും നടപ്പിലായില്ല. ഇതെല്ലാം ഈ വെള്ളത്തിൽ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആ കാണുന്നത് കണ്ടോ, ഉത്തരവാദിത്വ മിഷൻ്റെ ഒരു പ്രോജക്റ്റാണത്. അതായത് ജനങ്ങൾ ഇവിടെ ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് അവിടെ വിശ്രമിച്ച് അവർ ചായ, റെസ്റ്റോറൻറ്റും അങ്ങനെയുള്ള ബാത്റൂം സൗകര്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിട്ട് പോകുന്നതാണ് ആ ഉത്തരവാദിത്വ ടൂറിസത്തിൻ്റെ ഇത്. അപ്പോൾ തഴപ്പായ നിർമ്മിക്കുന്ന, വല വീശുന്നത്, മീൻ പിടിക്കുന്ന, കക്ക വരുന്നത്, കക്ക പുഴുങ്ങുന്നത് എല്ലാം കണ്ടിട്ട് അങ്ങനെ പോകുന്നൊരു സംവിധാനമായിരുന്നു. പക്ഷേ അത് സ്വരാജിൻ്റെ ഒരു സ്വപ്നം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങ് പുള്ളി കൊണ്ടുവന്നതാണ്. പക്ഷേ അത് ഇപ്പോഴും നിലച്ച് കിടക്കും. അദ്ദേഹം മാറിയിട്ട് പിന്നെ ഒന്നും ഇപ്പോഴത്തെ MLA ചെയ്തിട്ടില്ല. സ്ഥാപിച്ചിട്ട് ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി. ഇപ്പോഴും അതൊന്നും അതിൻ്റെ പ്രവൃത്തി. ഇപ്പോൾ കുറച്ച് ഫുട്പാത്തുകൾ ഉണ്ടാക്കി. പിന്നെ കുറച്ച് ഈ മറ്റേ സോളാറിൻ്റെ ലൈറ്റുകൾ അവിടെ വെച്ചിട്ടുണ്ട് കണ്ടാ. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് ഈ ഫുട്പാത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാ സ്ഥലത്തേക്കും പോകുന്ന, പ്രത്യേകിച്ച് റോഡല്ല, ഫുട്പാത്ത്, നടന്നു പോകാൻ, സോഷ്യൽ നടന്നു പോകാൻ വേണ്ടി മാത്രം. റോഡാകുമ്പോൾ അതിന് കൺസെൻറ്റ് ഇതിപ്പോൾ അതൊന്നുമല്ല. അവർ ചെറിയ ചെറിയ കല്ലിങ്കുകൾ ഉണ്ടാക്കി. അങ്ങനെ പല സ്ഥലത്തും കഴിവുകളുണ്ട്. കല്ലിങ്ക് ഞങ്ങൾ കഴിവെന്നാണ് പറയുന്നത്. അപ്പോൾ അതുണ്ട്. അപ്പോൾ അതിനൊക്കെ ചെറിയ പാലങ്ങളുണ്ടാക്കി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമുകൾ, അവർ പോകുമ്പോൾ അവർക്ക് ബാത്റൂം സൗകര്യം, അപ്പോൾ അതൊക്കെ ഇതിനകത്തുണ്ട്. ഞങ്ങളൊക്കെ അത് ശരിയൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു വെച്ചാൽ ഞങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം കൂടിയാണല്ലോ. അത് 1 കോടി രൂപയാണ് ആകെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എത്ര ചിലവായെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിന് തന്നെ നല്ലൊരു തുക, പകുതി പൈസ ചിലവായി കാണും. ഈ ദ്വീപുവാസികളൊക്കെ മരട് ജംഗ്ഷനിൽ നിന്നും പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡ് വഴിയിട്ടാണ് വരുന്നത്. പിന്നീട് ഈ റോഡ് വഴി ഇവിടെ എത്തിയതിനു ശേഷം ഈ വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ ഈ കാണുന്ന വഞ്ചികളിലൊക്കെയാണ് അവർ വീട്ടിലേക്കൊക്കെ പോകുന്നത്. നമ്മളൊക്കെ സൈക്കിളും അല്ലെങ്കിൽ ബൈക്കും ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് അവർ ദിവസവും ഈ വഞ്ചി തുഴഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഈ വഞ്ചി തുഴഞ്ഞാണ് അക്കരയ്ക്ക് പോകുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഉദ്യോഗസ്ഥരുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ പടലപ്പിണക്കമാണ് ഇത്തരത്തിൽ ഈ ഒരു പാലം പണി പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുന്നത്. ഈ പാലം പണി പൂർത്തിയായാൽ ഈ നാട്ടുകാർക്കൊക്കെ, ഈ ദ്വീപുവാസികൾക്കൊക്കെ വലിയ അനുഗ്രഹമാകും.
ഈ 45ഓളം കുടുംബങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നഗരത്തിലേക്ക് കടക്കാനാകും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇവിടേക്ക് എത്താൻ കഴിയുന്നില്ല. അതുമൂലം മരണം വരെയൊക്കെ സംഭവിച്ചു എന്നാണ് ഈ ദ്വീപുവാസികളൊക്കെ മറുനാടിനോട് പ്രതികരിച്ചത്. കൂടാതെ ഈ ടൂറിസം പദ്ധതി കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ദ്വീപിൻ്റെ ചിത്രം തന്നെ മാറും. ഇവിടെ ഒരുപാട് വികസനങ്ങളുണ്ടാവും. നാട്ടുകാർക്കും ഈ ദ്വീപുവാസികൾക്കുമൊക്കെ വലിയ ഒരു പ്രയോജനം കൂടി ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും വേഗം ഈ പദ്ധതികൾ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ്, മറുനാട് TV, കൊച്ചി.